ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ്. അപ്പം ഇന്നലെ രാത്രിയാണെങ്കിൽ ഞാൻ തൂത്തിട്ട് വരുവാ കേട്ടോ, മുറ്റം അടിച്ചിട്ട് വരുവാ. അപ്പോൾ ഇന്നലെ രാത്രി ആണ്ടോ കിതയ്ക്കുന്നത്. ഇന്നലെ രാത്രിയാണെങ്കിൽ 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എണ്ണീറ്റായിരുന്നു. എപ്പോഴും ആ സമയത്ത് എണ്ണീക്കുന്നതാണ്, ചുമ്മാ വെറുതെ രസം. എന്നിട്ട് വെറുതെ ഇങ്ങനെ മേലോട്ട് നോക്കിയിരിക്കും. അപ്പം കുറച്ച് നേരം ഞാനിങ്ങനെ എണ്ണീറ്റ് നിന്നിട്ട് പിന്നെ ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. അപ്പം ഞാനിങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യുമായിരുന്നു. നമ്മുടെ ഇവിടെ വേസ്റ്റായിട്ട് കുറേ ടയർ കിടപ്പുണ്ട് വണ്ടിയുടെയൊക്കെ. അപ്പോൾ ആ ടയർ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നിങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ നോക്കി. അപ്പം എനിക്കും ഇങ്ങനെ കൊതുകാണ്. അപ്പം ഇവിടെ ഭയങ്കര കൊതുകാട്ടോ, ഇവിടെ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും. അപ്പം ഞാൻ എന്തായാലും ടയർ വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ സംഭവം ഉണ്ടാക്കാന്നൊക്കെ സിസ്റ്റം നോക്കാം. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആ ടയർ ഉപയോഗിക്കുന്നതാണോ? ചെറുത് ആണ്ടിരിക്കുന്നു. ആണ്ടേ വലുതായാലും കുഴപ്പമില്ല. അത് ഉപയോഗിക്കുന്നതാണോ? ടയർ തപ്പി ഇറങ്ങുവാണ് കേട്ടോ. കാടായ കാടുകളെല്ലാം കയറി പോകുന്നു. ഒരു മിനിമം മതി. അത് മതി അമ്മേ, അതാവുമ്പോ എടുക്കാം. ഇവിടെ അവസാനം അവിടെ ഇവിടെ എല്ലാം കുറേ ടയർ ഇരിപ്പുണ്ട് കേട്ടോ. അവസാനം നമ്മൾ ഇവിടെ ഇരിക്കുന്ന ടയറാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഈ ടയർ പോയിരിക്കുന്നതാണ്. അപ്പോൾ ഈ ടയറാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ എല്ലാവരും ഓരോരോ പണികളിലാട്ടോ. അമ്മ മുറ്റമടിക്കും, ഞാൻ മുറ്റമടിച്ചിട്ട് ഇപ്പോൾ വന്നത്. എൻ്റെ പാർട്ട് കഴിഞ്ഞു. അച്ഛനാണെങ്കിൽ വെള്ളം ഒഴിക്കുന്നു. ഞാനാണെങ്കിൽ ഇപ്പോൾ ടയർ എടുക്കാൻ വേണ്ടി പോകുന്നു. അപ്പം അവിടെ കുറച്ച് ടയർ കിടപ്പുണ്ടായിരുന്നു. അവിടെ ഇനി എന്തെങ്കിലും കൊതുക, അവിടെ ഇനി എന്തെങ്കിലും പാമ്പോ പഴുതാരയോ ഒക്കെ ഉണ്ടോ നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഫ്രീ ആയിട്ടൊരു ടയർ ഇരിപ്പുണ്ട്. ആ ടയറാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ജസ്റ്റ് കാണിക്കാട്ടോ. അതാണ്ട് നമ്മുടെ ടയർ. ഇനി ടയറിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ജസ്റ്റ് നോക്കട്ടെ. എന്തെങ്കിലും പാമ്പോ പഴുതാരയോ വല്ല തേളോ ഒന്നുമില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ ഈ ടയറൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കണമുണ്ട്. കാരണം എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളതെന്ന് പറയാൻ പറ്റത്തില്ല. ഇനി ജസ്റ്റ് ഇതൊന്ന് കഴുകണം കേട്ടോ. ഇത് കഴുകിയിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. ഒരു കയ്യിൽ ടയർ, ഒരു കയ്യിൽ ഫോൺ. നമുക്കിത് കഴുകണം കേട്ടോ, നല്ല രീതിയിൽ കഴുകണം. കഴുകി എടുക്കണം. ഇവിടെ ഞാനൊരു ടാപ്പുണ്ടായിരുന്നു. അയ്യോ, ഇവിടെ വെച്ചിട്ട് നമുക്കൊന്ന് കഴുകി എടുക്കണേ. നമ്മുടെ ടയർ ഉണങ്ങാൻ കിടക്കുന്ന കണ്ടോ. അപ്പം ഇനി ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പം നല്ല രീതിയിൽ ഇത് ഉണങ്ങണം കേട്ടോ. കാരണം ഇത് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടണം. അപ്പം നമുക്കിത് ഉണങ്ങാൻ വേണ്ടി ഇട്ടേക്കാം. എന്തായാലും സൂര്യൻ്റെ വെട്ടം ഇങ്ങനെ അടിച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഉണങ്ങാൻ വേണ്ടി ഇട്ടേക്കാം. ഇത് ഒരു ഷീറ്റ് എടുക്കുന്നുണ്ട്. ഇതൊരു പഴയ ഷീറ്റാട്ടോ. ഈ ഷീറ്റ് എടുത്തിട്ട് ഞാൻ നടുക്കൂടൊന്ന് മുറിക്കാൻ വേണ്ടി പോവുകയാണേ. എല്ലാം കീറിയ ഷീറ്റാട്ടോ, നിങ്ങൾ പുതിയ ഷീറ്റൊന്നും എടുക്കണ്ട. ഞാൻ നടുക്കൂടെ കത്രിക വെച്ചിട്ടൊന്ന് മുറിക്കാൻ പോവുകയാണെന്നേ. കത്രിക എടുത്തിട്ടുണ്ട്. കത്രിക വെച്ചിട്ട് ഞാൻ മുറിച്ചെടുക്കുവാണേ. ഇതാണ്ടേ 2 പീസായി. ഒരു പീസ് മതി കേട്ടോ. നമുക്ക് മറ്റേ പീസ് നമുക്ക് വേറെ എന്തെങ്കിലും എടുക്കാം. നമുക്ക് ഇതിനി ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ
മുറിച്ച ഈ ഒരു തുണി ഉണ്ടല്ലോ, ഈ തുണിയാണെങ്കിൽ ഞാൻ ടയറിലോട്ട് പൊതിയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എങ്ങനെയാവുമെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ടയറാണ്, ഞാൻ അതെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ടയർ ഇതാണ് ഇവിടെ ചുട്ട് പഴുത്ത് നല്ല വെയിലാട്ടോ, നല്ല പോലെ ഉണങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമുക്ക് ജസ്റ്റ് നോക്കാം. അതാണ് നമ്മുടെ ടയർ, നല്ല വെയിലാട്ടോ, വെയിലത്ത് ഇങ്ങനെ കിടന്ന് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഈ ടയർ എടുക്കാം, എന്നിട്ട് ആ തുണി ജസ്റ്റ് ഇതിനകത്തോട്ട് ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോഴേ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ഒരു പീസ് ബെഡ്ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷേ ആദ്യം ഞാൻ സ്റ്റിച്ച് ചെയ്ത പോർഷൻ എനിക്ക് തെറ്റിപ്പോയായിരുന്നു. ഞാൻ ജസ്റ്റ് എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിക്കെട്ടിയിട്ട് അവസാനം ആ ഒരു കൂട്ടിക്കെട്ടിയ പോർഷൻ താഴോട്ടാക്കിയിട്ട് ബാക്കി ചുറ്റും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിങ്ങനെ കൊടുക്കുകയാണ്. അപ്പം എത്രയൊക്കെ ശരിയാവുമെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും നമുക്കത് കവർ ചെയ്തെടുക്കണം. അപ്പം നിങ്ങളുടെ കയ്യിൽ എൻ്റെ കയ്യിൽ തയ്യൽ മെഷീൻ ഉണ്ട് കേട്ടോ, പക്ഷേ അത് വർക്കിംഗ് അല്ല, കുറച്ച് കേടായിട്ടിരിക്കണം, അപ്പോൾ തയ്ക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ തയ്യൽ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ കവർ ഉണ്ടാക്കിയിട്ട് ആ കവർ ജസ്റ്റ് ഇട്ടാലും മതി. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പെയിൻറ്റ് ഉണ്ടല്ലോ, നമ്മുടെ വീടിനൊക്കെ അടിക്കുന്ന പെയിൻറ്റ്, ആ പെയിൻറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, അതും ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ കൊടുത്താൽ മതി. നല്ല രീതിയിൽ കുറച്ച് ക്രിയേറ്റീവായിട്ടൊക്കെ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും ഇത് കാണാനായിട്ടൊക്കെ. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ ഒരു ഉടായ്പ പരിപാടിയൊക്കെ വെച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെച്ച് ഇങ്ങനെ സ്റ്റിച്ചൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന രീതിയിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് അവസാനം ഞാൻ തിരിച്ചിട്ടിട്ട് എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഏകദേശം ഒരു സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പം ഞാൻ ആ ടയറാണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കൊന്നെങ്കിൽ പെയിൻറ്റ് അടിക്കാം, പെയിൻറ്റ് അടിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാട്ടോ. എൻ്റെ കയ്യിൽ പെയിൻറ്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഈ എളുപ്പപ്പടി ഉടായ്പ പരിപാടിയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പെയിൻറ്റ് ഉണ്ടെങ്കിൽ പെയിൻറ്റ് അടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പെയിൻറ്റൊക്കെ ഇങ്ങനെ അടിച്ച് ഭയങ്കര വെറൈറ്റി കളറിലുള്ള പെയിൻറ്റൊക്കെ ഇങ്ങനെ അടിച്ച് നല്ല രസമായിരിക്കും കാണാൻ വേണ്ടി. പെയിൻറ്റിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതുപോലെ അങ്ങ് ടയർ വെച്ചങ്ങ് ചെയ്തേക്കുകയാണ്. ടയറല്ല, ബെഡ്ഷീറ്റ് വെച്ചിങ്ങനെ പഴയ ബെഡ്ഷീറ്റ് വെച്ചിങ്ങനെ ചെയ്തേക്കുകയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ പെയിൻറ്റ് ഉണ്ടെങ്കിൽ പെയിൻറ്റ് വെച്ചിട്ട് നല്ല ഭംഗിക്ക് അങ്ങ് അടിച്ചാൽ മതി കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ നമ്മുടെ പഴയ സോഫയുടെയൊക്കെ മിക്കവാറും എല്ലാവരുടെ വീടുകളും കാണുമായിരിക്കും, പഴയ സോഫയുടെയൊക്കെ ആ ഒരു കുഷൻ ഉണ്ടല്ലോ, ആ ഒരു കുഷൻ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ അതൊന്നും ഇല്ല, എൻ്റെ അതൊക്കെ ആർക്കൊക്കെ കൊടുത്തു അത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പലക ഇങ്ങനെ വെച്ചിട്ട്, ഇത് ഞാൻ എളുപ്പപ്പണിയായിട്ടാണ് കാണിക്കുന്നത്, ഉടായ്പ പരിപാടിയാണ് ഞാൻ കാണിക്കുന്നത്. ഇതുപോലെ വലിയൊരു പലകയോ അല്ലെങ്കിൽ MDF ബോർഡ് ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല കേട്ടോ, അതിന് അത്യാവശ്യം കട്ടിയുള്ള. എന്നിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് അങ്ങ് വെച്ചാൽ മതി. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക, നമുക്കിത് മണ്ടയ്ക്ക് ഇരിക്കാനും ബുക്കൊക്കെ എടുത്ത് വെച്ച് വായിക്കാനൊക്കെ പറ്റും. അപ്പം ഇത് എളുപ്പപരിപാടിയാണ് ഞാൻ കാണിക്കുന്നത്, ഇതിൻ്റെ ഉടായ്പ പരിപാടിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ പെയിൻ്റ് ഇല്ല, പക്ഷെ എനിക്ക് സാധനം ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ തയ്ച്ച കേട്ടോ, ഇത് ഞാൻ സ്വന്തമായിട്ട് തയ്ച്ച കേട്ടോ. അപ്പം അന്നെങ്കിൽ നിങ്ങൾക്ക് വേസ്റ്റ് തുണി എന്തെങ്കിലും എടുത്തിട്ട് നല്ല കട്ടയ്ക്ക് വേസ്റ്റ് തുണി ഇങ്ങനെ എടുത്തിട്ട് നല്ലപോലെ നിറച്ചിട്ട് വലിയൊരു കുഷ്യൻ പോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഈ പഴയ സോഫയുടെ കവറൊക്കെ ഉണ്ടെങ്കിൽ കവറിനകത്തോട്ട് കുറേ പഞ്ഞിയും അങ്ങനത്തെ കുറേ വേസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇത് എളുപ്പ പരിപാടിയാണ് ഞാൻ ജസ്റ്റ് ഇതുപോലെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് MDF ബോർഡ് വെച്ചിട്ട് അതാകുമ്പോൾ കുറച്ചുകൂടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. എനിക്കാണെങ്കിൽ പലകയല്ലേ, സ്റ്റാൻഡേർഡ് എടുക്കാം. MDF ബോർഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഞാൻ എൻ്റെ മണ്ടയ്ക്കോട് ഇട്ട് കൊടുത്തു. പിന്നെ ഇരിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ, താഴെ കൂടെ വീഴുമോ എന്ന് എനിക്കറിയത്തില്ല. കുഴപ്പമൊന്നുമില്ല, തെറ്റ് കാണുന്നുണ്ട്. രാവിലെ തൊട്ടുള്ള പരിപാടി കേട്ടോ ഇത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റുകളും വേസ്റ്റ് ആയിട്ടുള്ള തുണികളും വേസ്റ്റ് ടയറുകളും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇതുപോലെ കുറേ ഉണ്ടാക്കി ഇങ്ങനെ വെക്കാം കേട്ടോ. കുറേ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അതിലിങ്ങനെ ഇരിക്കാനും നമുക്ക് ടേബിൾ പോലെയൊക്കെ സെറ്റ്, ഇപ്പോൾ ഒരു കുഞ്ഞ് ടേബിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് ഇങ്ങനെ ബുക്കുകളൊക്കെ ഇങ്ങനെ വെച്ച് വായിക്കാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പം നിങ്ങൾ ഇത് ഞാൻ തയ്ച്ച കേട്ടോ ഇത്. അപ്പോൾ പലകയുടെ മണ്ടയ്ക്ക് ഞാൻ പലകയാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി ഒരു ഷീറ്റും ഇട്ടിട്ടുണ്ട്. അപ്പം ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് കേട്ടോ. വേസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ വീട്ടിലുണ്ടായിരിക്കുമല്ലോ. ഞാൻ ചെയ്ത് ഇത്രയേ ഉള്ളൂ. പെയിൻ്റ് അടിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ പെയിൻ്റ് അടിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ അങ്ങ് തുണി വെച്ച് കവർ ചെയ്തിട്ട്, ടയറാന്ന് അറിയാതിരിക്കാൻ തുണി വെച്ച് കവർ ചെയ്തിട്ട് MDF ബോർഡ് വെച്ചിട്ട്, MDF ബോർഡോ പലകയോ എന്തെങ്കിലും വെച്ചിട്ട്, അല്ലെങ്കിൽ സോഫയുടെ എന്തെങ്കിലും സറൗണ്ട് ചെയ്തിരിക്കുന്ന സംഭവം എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നാലും മതി. നല്ലതാണ്. എനിക്ക് സംഭവം ഒരുപാട് ഇഷ്ടമായിട്ടോ. അപ്പം നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം ഇതിൻ്റെ. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആകുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു.